കലക്കിനല്ല സിനിമ കണ്ടില്ലേ? എടാ ആ സിനിമ മുഴുവനും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതിലേടി നിന്നെ കണ്ടിട്ടില്ല. അതിനിടക്ക് ഒരു തുമ്മല് തുമ്മേനി. ആ സമയത്ത് മിസ്സായതായിരിക്കും. അതായിരിക്കും. അല്ല സിനിമയിൽ ഞാൻ ഉണ്ട്. അതെ അതെ. എടാ പുതിയ സിനിമ ഒന്നുമില്ലേ? 1-2 കമ്മിറ്റ് ആയിട്ടുണ്ട്. അതെയാ? ഒന്ന് നായകനാ, ഒരു പുതിയ കഥ. ആ കഥ കേട്ടിട്ടുണ്ടല്ലോ, എനിക്കിങ്ങനെ രോമാഞ്ചം വന്നു. രോമാഞ്ചം 1-2 ഉണ്ട്. അഭിനയിച്ചാണ്ടല്ല സംസ്ഥാന അവാർഡ് ഉറപ്പ്. എന്നെ ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടെ ഫ്ലാറ്റിലേക്ക് വിളിപ്പിച്ചു. അവരെന്നോട് പറഞ്ഞു ഒരു ഇമോഷണൽ സീൻ അഭിനയിച്ച് കാണിക്കണം. ഞാൻ തകർത്ത് അഭിനയിച്ചു. എൻ്റെ മോനെ നീ പറഞ്ഞാൽ വിശ്വസിക്കൂല, എൻ്റെ അഭിനയം കണ്ടിട്ടുണ്ടല്ലോ, ഡയറക്ടർ പിന്നെ കരഞ്ഞുപോയി. അവസാനം പ്രൊഡ്യൂസർ പറഞ്ഞു നമ്മ ഇത് ചെയ്യൂടാ. പ്രൊഡ്യൂസറും കാര്യം ഉറപ്പല്ലേ? പക്ഷെ ഞാൻ ഇത് ചെയ്യുന്നില്ല. നമ്മളെ ദേശീയ അവാർഡ് നീ കളയാൻ പാടട്ടാ. ദേശീയ അവാർഡല്ല, സംസ്ഥാന അവാർഡ്. എന്തായാലും അവാർഡല്ലേ? എന്താ ഞാൻ ആരോടും പറയുക മുത്തപ്പനാണ് നമ്മോടെങ്കിലും പറയുക. ഇതിൻ്റെ പിറ്റേ ദിവസം രാത്രി ഒരു 12 മണിയാകുമ്പോൾ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറിനെ വിളിച്ചു. ഡയറക്ടർക്ക് ഇപ്പം തന്നെ എന്നെ കാര്യമായിട്ടൊന്ന് കാണുള്ളൂ. കഥ പറയാനായിരിക്കും. സ്വാഭാവികം. അതല്ലടാ, പൗച്ച്. ആ ബെസ്റ്റ്. എടാ കൗച്ചായിരിക്കൂടാ. കൗച്ച് ഓൻ എന്റെ കൈമക്കെട്ടിയാണെങ്കിൽ ചവിട്ടി കൂട്ടും ഞാൻ. അത് വേണടാ സുജേഷേ, നിനക്ക് എന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടല്ലടാ. അതല്ലാന്ന് ഈ ശരീരം കണ്ടിട്ടേ നിന്നെ ഫ്ലാറ്റിലേക്ക് വിളിച്ച അവനെ കൊല്ലണ്ടേ സുജേഷ്.